വെറും 5 മിനിറ്റും കൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നൂഡിൽസ് വീട്ടിലൊന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ വെർമിസെല്ലിയില്ലേ, അതാണ് കേട്ടോ. നമ്മൾ മാഗി, ഇപ്പി അതൊന്നും ഇങ്ങനത്തെ നൂഡിൽസിന് സെറ്റാവില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും കേട്ടോ ആ നൂഡിൽസ് ഉണ്ടാവുക. കുറച്ച് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിക്കൻ്റെ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറിയൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ച് വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ നൂഡിൽസ് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കണം കേട്ടോ. ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അനക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേമാതിരി തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ നൂഡിൽസിൻ്റെ വേവ് 4 മിനിറ്റാണ് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ഏതൊക്കെ വെജിറ്റബിളാണ് ചേർക്കേണ്ടത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത കുറച്ച് ക്യാബേജ്, അതുപോലെ തന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓനിയൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം യെല്ലോ റെഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കളർഫുൾ ആയാണ് കേട്ടോ. ഇവിടെ അത് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് 1 സ്പൂൺ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ ടൈം കൊണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ വെളുത്തുള്ളിയും പുറകെ നമ്മുടെ സ്പ്രിംഗ് ഓനിയനും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് കുറയ്ക്കണ്ട കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. പിന്നെ അതിൻ്റെ പുറകെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണ്ട കേട്ടോ, കാരണം നമ്മൾ നൂഡിൽസൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ ഗ്രീനായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ജസ്റ്റ് ഒരു 1.5 മിനിറ്റ് മാത്രം നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം അത് പാകമായിട്ടുണ്ടാവും. ഇനി ഈ ടൈമിലാണെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ചിലർ ചിക്കന് പകരം എഗ്ഗും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളേ. അപ്പോൾ ചിക്കൻ നല്ല വെന്തതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് നൂഡിൽസ് ഇട്ട്, എന്നിട്ട് നമുക്ക് ആ നൂഡിൽസിൻ്റെ മേലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഗ്രീൻ ചില്ലി സോസ് ഉണ്ടല്ലോ, അതുകൂടി നമുക്കൊന്ന് തൂവി കൊടുക്കാം. സോയാ സോസ് ഓപ്ഷനിലാണ് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ശേഷം നമുക്ക് മെയിൻ ചേർക്കേണ്ട സാധനമാണ് നമ്മുടെ ടൊമാറ്റോ സോസ്. അപ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറകെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് നമ്മൾക്കൊന്ന് വിതറി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളൊരാവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പോളം ചേർക്കേണ്ടി വരും. അത് നമുക്ക് ചേർത്തിട്ട് നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇട്ട് നമ്മൾ അത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുട്ടീസൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഐറ്റം ആയിരിക്കും അല്ലേ, ചിക്കൻ നൂഡിൽസ്. അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് അവർക്ക് വീട്ടിലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത്ര പണിയൊന്നുമില്ല. കണ്ടില്ലേ നിങ്ങൾ, ആകെ ഒരു 5-6 മിനിറ്റിൻ്റെ ടൈം എടുക്കുന്നുള്ളേ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.